السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും സമ്പൂർണ്ണമായി പാലിച്ച് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ നമ്മുടെ ബന്ധങ്ങളിലും പരിചയങ്ങളിലും ഈ പട്ടണത്തിലെ ഒരുപാട് ആശുപത്രികളിലുമൊക്കെ ചികിത്സയിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു പൂർണ്ണ ശിഫ ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ശരിയായ മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കാനും അവസാനം അത്യുന്നതമായ സ്വർഗീയ ഭവനങ്ങളിൽ താമസിക്കാനും അല്ലാഹു നമുക്കും നമ്മുടെ അഹലുകാർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇസ്ലാമിൻ്റെ പ്രഥമ ഖലീഫ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ ഒരു ഹ്രസ്വമായ പ്രഭാഷണമുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം. നാം പലപ്പോഴും കേട്ട അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമാണ്. അദ്ദേഹം ഇസ്ലാമിക സമാജത്തിനെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഫഇന്നി ഖദ് വല്ലിതു അലൈക്കും, ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയായി ഖലീഫയായി അധികാരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, എന്നാൽ ഞാൻ നിങ്ങളിൽ നല്ലവനൊന്നുമല്ല കേട്ടോ. ആരാ പറയുന്നത്? മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. ഖൈറുന്നാസി ബഅദി അബൂബക്കറിൻ വ ഉമറു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ മഹാനായ അബൂബക്കറാണ്, അതിനുശേഷം ഉമറാണെന്ന് റസൂൽ പറഞ്ഞ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി പറയാണ്: വലസ്തു ബിഖൈരിക്കും, ഞാൻ നല്ല ആളൊന്നുമല്ല. ഫൈൻ അഹ്സൻതു ഫഅഈനൂനി, ഞാൻ നല്ല കാര്യം ചെയ്യുമ്പോൾ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് നിങ്ങൾ എന്നെ സഹായിക്കണം. വൈൻ അസഅതു ഫഖവ്വിമൂനി, എൻ്റെ അടുത്ത് തെറ്റുകൾ പറ്റുകയാണെങ്കിൽ, ശരികേട് പ്രവർത്തിച്ചാൽ നിങ്ങൾ എന്നെ നേരെയാക്കണം, എന്നെ തിരുത്തണം. വസ്ദിഖു അമാന, സത്യസന്ധത ഒരു ഉത്തരവാദിത്തമാണ്. വൽ കദിബു ഖിയാന, കളവ് പറയുന്നത് അത് വഞ്ചനയാണ്. വല്ലഈഫു ഫീകും ഖവിയ്യുൻ ഇൻദി, നിങ്ങളിലെ ദുർബലന്മാർ, അധികാരങ്ങളിൽ സ്വാധീനമില്ലാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത, പിടിപാടില്ലാത്ത നിങ്ങളിലെ ദുർബലന്മാർ, പാവപ്പെട്ട മനുഷ്യർ, എൻ്റെ അടുത്ത് ശക്തനാണവർ. ഹത്താ ഉരീഹ അലൈഹി ഹഖഹു, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പാവപ്പെട്ടവൻ്റെ അവകാശം ഞാൻ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നത് വരെ അവർ എൻ്റെ അടുത്ത് ശക്തരും സ്വാധീനമുള്ള ആളുകളുമായിരിക്കും. വൽ ഖവിയ്യു ഫീകും ദഈഫുൻ ഇൻദി, എന്നാൽ നിങ്ങളിലെ ശക്തരെന്ന് തോന്നുന്ന ആളുകൾ, വലിയ തറവാട്ടുകാർ, സമ്പന്നന്മാർ, അധികാരത്തിൻ്റെ ഇടനാഴികളിലൊക്കെ വലിയ സ്വാധീനമുള്ള ആളുകളുണ്ടല്ലോ, അവർ എൻ്റെ അടുത്ത് ദുർബലന്മാരാണ്. ഹത്താ ആഖുദൽ ഹഖ്ഖ മിൻഹു ഇൻഷാ അല്ലാഹ്, അവരിൽ നിന്ന്, സ്വാധീനവും സമ്പത്തും അധികാരവുമുള്ള ആളുകളിൽ നിന്ന് അവകാശങ്ങൾ ഞാൻ പിടിച്ചു വാങ്ങി പാവപ്പെട്ടവൻ്റെ കൈകളിൽ എത്തിക്കുന്നത് വരെ അവർ എൻ്റെ മുമ്പിൽ ദുർബലന്മാരായിരിക്കും, കഴിവില്ലാത്തവരായിരിക്കും. ശേഷം അദ്ദേഹം പറഞ്ഞു: അത്യൂനി മാ തഅതുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഞാൻ അനുസരിക്കുന്ന കാലത്തോളം മാത്രം നിങ്ങൾ അനുസരിക്കുക, എന്നെ അനുസരിക്കുക. നിങ്ങളെ അനുസരിക്കേണ്ടത് ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്ന കാലം മാത്രം, അന്ന് നിങ്ങൾ എന്നെ അനുസരിക്കുക. ഫൈദാ അസൈതുല്ലാഹ വ റസൂലഹു ഫലാ തഅത ലി അലൈക്കും, ഞാൻ അള്ളാഹുവിനെതിരെ അവൻ്റെ പ്രവാചകൻ്റെ സുന്നത്തിനെതിരെ എപ്പോൾ നിലകൊള്ളുന്നുവോ, അങ്ങനെ പ്രവർത്തിക്കുന്നുവോ, അന്ന് നിങ്ങൾ എന്നെ അനുസരിക്കരുത്, നിങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്ന് മഹാൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായി ഇസ്ലാമിക സമൂഹത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഒരു മുസ്ലിമിൻ്റെ അധികാരത്തിനോടും രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടുമൊക്കെയുള്ള സമീപനം എപ്രകാരമായിരിക്കണം?
അധികാരവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമൊക്കെ എപ്രകാരം നടത്തണം, അതെന്തിനു വേണ്ടിയായിരിക്കണം, എങ്ങനെയായിരിക്കണം, കൃത്യമായ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ ഭാഷണത്തിലുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമൊക്കെ, അതിനുവേണ്ടി അധികാര സ്ഥാനങ്ങൾ എത്തുന്നതുമൊക്കെ നല്ല നിയ്യത്തുണ്ടെങ്കിൽ, ലക്ഷ്യം നല്ലതാണെങ്കിൽ വലിയ സുഹൃതമാണ്, വലിയ പുണ്യമാണ്. ഒരുപാട് സഹോദരന്മാർ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ജീവിതം മുഴുവനും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നിരതരായ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചാരിറ്റിയുമായിട്ട് നടക്കുന്ന ഒരുപാട് സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നല്ലതാണെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും നല്ല, ഏറ്റവും മഹിതമായ കർമ്മമാണ്. കാരണം ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണുനീരൊപ്പാൻ നമുക്ക് സാധിക്കുന്നു. ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. ഒരുപാട് ആളുകളുടെ സങ്കടങ്ങൾ തീർത്തു കൊടുക്കാനാവുന്നു. ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനാവുന്നു. അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വലിയ അമലാണ്, വലിയ കർമ്മമാണ്. മഹാന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസിദ്ധമായ ഹദീസുണ്ട്. മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഈ ദുനിയാവിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ സങ്കടം, പ്രയാസം ആരെങ്കിലും നിവർത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ, പരിഹരിക്കുകയാണെങ്കിൽ, പ്രയാസപ്പെടുന്ന, വിഷമിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രയാസം അകറ്റാൻ പരിശ്രമിക്കുന്നവർ, നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ തിരമാലകളെപ്പോലെ വരുന്ന പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ആ സങ്കടങ്ങളിൽ അള്ളാഹു ചിലത് അവന് തീർത്തു കൊടുക്കുമെന്ന് പുണ്യ നബി വിശ്വാസം പഠിപ്പിക്കുകയാണ്. ഈ ദുന്യാവിൽ പാവപ്പെട്ട മനുഷ്യൻ്റെ, സങ്കടപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാനും അത് തീർത്തു കൊടുക്കാനും പരിശ്രമിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് കിട്ടുന്ന പ്രതിഫലം പരലോകത്തവർ വരുന്ന സമയത്ത് അവരുടെ സങ്കടങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കുന്നുള്ളതാണ്. ഒമൻ യസ്സറ അലാ മുഅ്സിരിൻ, ഒരു ഞെരുക്കമുള്ള ആൾക്ക്, സാമ്പത്തികമായിട്ടോ മറ്റോ ഞെരുക്കം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരാൾ ആശ്വാസം കൊടുക്കുകയാണെങ്കിൽ, ആശ്വാസം കിട്ടാതെ വഴി കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, യസ്സറ അല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ, ഈ വ്യക്തിക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും എളുപ്പമാക്കി കൊടുക്കും. റബ്ബ് അവൻ്റെ കൂടെ ഉണ്ടാകും. വമൻ സത്തറ അലാ മുസ്ലിമിൻ ഫി ദുനിയ സത്തറ അല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ, ഒരു മുസ്ലിമിൻ്റെ ന്യൂനത ഒരാൾ മറച്ചു വെക്കുകയാണെങ്കിൽ, ഒരാളുടെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി, ആ അബദ്ധം 4 ആളുകൾ കാണുകയാണെങ്കിൽ അവൻ്റെ മാനം പോകുന്ന കേസാണ്. പക്ഷേ ഇവനത് കണ്ടു, അവൻ അത് മറച്ചു വെച്ചു, ആരോടും പറഞ്ഞില്ല, ഒരു ചെവിയെയും അറിയിച്ചില്ല, ഒരു മനുഷ്യരോടും അത് പങ്കുവച്ചില്ല, അവനത് ഒളിപ്പിച്ചു വെച്ചു, മറച്ചു വെച്ചെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ന്യൂനതകൾ, ആർക്കാ ന്യൂനതയില്ലാത്തത്, ആർക്കാണ് പോരായ്മകളില്ലാത്തത്, ആ പോരായ്മകളും ന്യൂനതകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും മറച്ചു വെക്കുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവസാനം അല്ലാഹു റസൂൽ പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു മനുഷ്യൻ തൻ്റെ കൂടെ ജീവിക്കുന്ന സഹജീവിയുടെ, കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി നിലനിൽക്കുന്ന കാലത്തോളം, നമ്മുടെ അയൽവാസിയുടെ, നാട്ടുകാരുടെ അല്ലെങ്കിൽ സഹജീവികളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാനും അവരെ സഹായിക്കാനും കൂടെ നിൽക്കുകയാണെങ്കിൽ അള്ളാഹു അത്രയും കാലം നിങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടാകും സഹായിയായിട്ട് എന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് വളരെ പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഹദീസാണ്. അത്രയും മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കൂടെ നിൽക്കുക, അത് പരിഹരിക്കാൻ പ്രയത്നിക്കുക ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയമാണ്. മദീനയിലെ റൗള ഷരീഫിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മദീന സിയാറത്ത് ചെയ്യുന്ന ആളുകൾ ആ റൗളയിൽ ഒരു അല്പസമയം ഇരിക്കാൻ, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രത്യേകമായ ആപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ടൈം നേരത്തെ എടുത്ത് അവിടെ കയറണം. അത്രമാത്രം ഓരോ മുസ്ലിമിൻ്റെയും മനസ്സിലെ കൊതിയാണ്, ആഗ്രഹമാണ് റൗളയിൽ പോയി ഒന്നിരിക്കുക, ഒരു 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്. അല്ലാഹു റസൂലിൻ്റെ ഖബറിൻ്റെ ചാരത്താണ് റൗള ഷരീഫ് ഉള്ളത്. ആ റൗളയിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായി ഇത്തികാഫ് ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു ആൾ അങ്ങോട്ട് കയറി വന്നു. അയാൾ ഇബ്നു അബ്ബാസിൻ്റെ സമീപത്ത് വന്നിരുന്നു. അയാളുടെ മുഖത്ത് വല്ലാത്ത വിഷാദഭാവമുണ്ട്, ദുഃഖം നേരിട്ട് കാണുന്നുണ്ട്, വല്ലാത്ത സങ്കടം ആ മുഖത്ത് കാണപ്പെടുന്നു. ഇബ്നു അബ്ബാസ് തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ ഫുലാൻ അറാക കഈബൻ ഹസീനൻ, ഓ പ്രിയ സഹോദര, അങ്ങ് വല്ലാത്ത ദുഃഖിതനാണല്ലോ, മുഖത്ത് വിഷാദം കാണപ്പെടുന്നുവല്ലോ, എന്താ നിങ്ങളുടെ പ്രയാസം? അയാൾ പറഞ്ഞു, നഅം യബ്ന അമ്മി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യ പുത്രരെ, റസൂലുള്ളാഹിൻ്റെ പിതൃവ്യൻ്റെ പുത്രനാണ് അബ്ബാസ്, അബ്ബാസിൻ്റെ പുത്രനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അങ്ങോട്ട് എനിക്ക് പറയാനുള്ളത് ലി ഫുലാനിൻ അലയ്യ ഹഖ്, എനിക്ക് ഇന്ന വ്യക്തിയോട് ചില ബാധ്യതകളുണ്ട്,
ഞാൻ ഇന്ന വ്യക്തി കുറച്ച് കടം വീട്ടാനുണ്ട്, അത് വീട്ടാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്, സമയമായിട്ടുണ്ട്, കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്, ആ പ്രയാസത്തിലാണെന്ന് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുകയാണ്, അഫല ഉക്കല്ലിമുഹു ഫീക്ക്, ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് സംസാരിക്കണോ, ഒരു റെക്കമെൻഡ്, ഒരു ഷഫാത്തിന് വരണോ, പ്രയാസപ്പെടുന്ന സങ്കടപ്പെടുന്ന ഈ മനുഷ്യൻ്റെ സങ്കടം തീർക്കാൻ ഞാൻ കൂടെ വരണമെന്നാണ് ചോദിക്കുന്നത്. അയാൾ പറഞ്ഞു, തീർച്ചയായിട്ടും വന്നാൽ സന്തോഷം. ഇൻ അഹബബത്ത, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ പ്രയാസമില്ലെങ്കിൽ വന്നാലും. ഇഅ്തികാഫ് മുറിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ നിന്ന് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ തൻ്റെ ചെരിപ്പെടുത്തുകൂടെ പുറത്ത് ഇയാളെ കൂടെ പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന വേറെ സ്വഹാബി ചോദിക്കുന്നുണ്ട്, ഓ താങ്കൾ ഇഅ്തികാഫ് മറന്നോ, അനസീത മാ കുൻത ഫീഹി, ഇഅ്തികാഫ് മറന്നോ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ, അതും റൗദയിൽ ഇരിക്കുന്ന ഇഅ്തികാഫ് മുറിച്ചിട്ടാണ് ഈ കാര്യത്തിന് പോകണമെന്ന് ചോദിച്ചു. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഹദീസുകൾ കാണാൻ കഴിയും. അള്ളാഹു റസൂലിൻ്റെ ഖബറിലേക്ക് ഇങ്ങനെ ചൂണ്ടി, തൊട്ടടുത്താണ് റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ലാക്കിന്നി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹാദിൽ ഖബരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഖബറിൻ്റെ ഉടമ, ഈ ഖബറിൽ കിടക്കുന്ന മഹാത്മാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ചെവിയിൽ കേട്ടിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഫദമഅത ഐനാഹു, ഇബ്നു അബ്ബാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. റസൂലുള്ളാഹിനെ പറഞ്ഞപ്പോഴേക്ക് കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, മൻ മശാ ഫീ ഹാജത്തി അഖീഹി വബല്ലഗ ഫീഹാ കാന ഖൈറൻ മിൻ ഇഅ്തികാഫി 10 സനീൻ. ഒരു മനുഷ്യൻ്റെ കൂടെ അയാളുടെ പ്രയാസം ലഘൂകരിക്കാൻ, അയാളുടെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ കൂടെ പോവുകയും അത് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ പള്ളിയിൽ 10 വർഷം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. അത്രയും വലിയൊരു സൽക്രമമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പ്രയാസപ്പെടുന്ന മനുഷ്യൻ്റെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത്. ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമൊക്കെ നല്ല ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ വലിയ അമലാണെന്നർത്ഥം. എന്നാൽ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളും ആ മേഖലയും സാമൂഹ്യ സേവന പ്രവർത്തന മേഖലയുമൊക്കെ ഏറെ മലീമസമായി കാണപ്പെടുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക മോഹത്തിന് വേണ്ടി, അധികാരത്തിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്ത് നെറുകേടും കാണിക്കാൻ പറ്റാവുന്ന മേഖലയായിട്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നൊരു സാഹചര്യത്തിൽ സഹോദരന്മാർ, നമുക്കിടയിൽ ഒരുപാട് സഹോദരന്മാർ സീറ്റ് മോഹമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ ചർച്ചകളിലാണ്. സീറ്റ് മോഹികളുടെ ആധിക്യം കാരണമായിട്ട് എല്ലാവർക്കും സീറ്റ് വേണം, എല്ലാവർക്കും വേണം അധികാരം, സ്ഥാനമാനങ്ങൾ വേണം. അതിനുവേണ്ടി പരസ്പരം ഒതുക്കിയും പരസ്പരം ഗ്രൂപ്പുണ്ടാക്കിയും അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെച്ചുമൊക്കെ സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള കഠിന യത്നത്തിലാണ് ഓരോ ആളുകളും, ചെറിയ ചെറിയ നേതാക്കളൊക്കെ. നാം മനസ്സിലാക്കേണ്ടത്, നാം മുസ്ലിമീങ്ങളാണ്. ആരെയെങ്കിലും പോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായ, വ്യക്തമായ, സമഗ്രമായ ഒരു പാത ഇസ്ലാം വെട്ടിത്തെളിച്ചു നിന്നിട്ടുണ്ട്. ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു സ്ഥാനാർത്ഥിയാവണമെങ്കിൽ അതിന് ഇസ്ലാം നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ നാം പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു റസൂലിൻ്റെ ഹദീസ് ഓർത്തിരിക്കണം. അധികാരത്തിനോടുള്ള ഇസ്ലാമിലെ സമീപനം എപ്രകാരമായിരിക്കണം? മഹാന അബൂദർ റളിയല്ലാഹു തആല അൻഹു വലിയ സ്വഹാബിയാണ്. അബൂദർ അല്ലാഹു റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബി അലാ തസ്തഅമിലുനി, എനിക്കും എന്തെങ്കിലും ഒരു ജോലി, എന്തെങ്കിലും ഒരു ഉദ്യോഗം. നബിയുടെ കാലത്ത് പല ഉദ്യോഗങ്ങളും ചില ഭരണ പ്രദേശങ്ങളുമൊക്കെ നബി തങ്ങൾ ഓരോരുത്തർ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് എന്നെയും എന്തെങ്കിലും ഉദ്യോഗസ്ഥനാക്കണേ, എന്തെങ്കിലും സ്ഥാനം തരണേ എന്ന് അബൂദർ എന്ന സ്വഹാബി നബിയോട് പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹു റസൂൽ എൻ്റെ ചുമലിങ്ങനെ തട്ടിയിട്ട് എന്നെ അടിച്ചിട്ട് പറഞ്ഞു, യാ ബദർ, അബൂദറേ, ഇന്നക ദഈഫ്, നിനക്ക് പറ്റുന്ന പണിയല്ല രാഷ്ട്രീയം, നിനക്ക് പറ്റുന്ന പണിയല്ല അധികാരവും സ്ഥാനമാനങ്ങളുമൊക്കെ, നീ ദുർബലനാണ്, നിനക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ട്. അദ്ദേഹം വലിയ സ്വഹാബിയാണ്, അദ്ദേഹത്തിന് ഒരുപാട് കഴിവുള്ള മേഖലകളുണ്ട്. പക്ഷേ അധികാര സ്ഥാനങ്ങളിൽ എത്താൻ പറ്റാവുന്ന സ്വഭാവമല്ല നിൻ്റേത്, നീ ദുർബലനാണ്. വൈനഹ അമാന, അധികാരം, സ്ഥാനം എന്നൊക്കെ ഉള്ളത് ഒരു ഉത്തരവാദിത്തമാണ് അബൂദറേ. വൈനഹ യൗമൽ ഖിയാമത്തി ഖിസിയുൻ വനദാമ, അന്ത്യനാളിൽ അത് മാനഹാനിയും ഖേദവുമായിരിക്കും. അധികാരം ഏറ്റെടുത്ത ആളുകൾ, സ്ഥാനങ്ങളൊക്കെ ഏറ്റെടുത്ത ആളുകൾ, വലിയ മെമ്പറായി അല്ലെങ്കിൽ MLA-ക്കായി വിരാജിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇന്നഹാ നദാമ, റസൂൽ പറയാണ്, ഇന്നഹാ നദാമ, ഇത് അമാനത്താണ്. അതോടുകൂടി അന്ത്യനാളിൽ അത് നദാമത്തായിരിക്കും, നദാമ ഖേദമായിരിക്കും. വേണ്ടിയിരുന്നില്ല, അന്ന് പഞ്ചായത്തിലേക്ക് മത്സരിക്കേണ്ടിയിരുന്നില്ല, മെമ്പർ ആവേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക്
കയറിപ്പോകുന്നൊരവസ്ഥ അന്ത്യനാളിൽ വരുമെന്ന് മഹാന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഒരിക്കലും സ്ഥാനം ചോദിക്കാനേ പാടില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമം അതാണ്. ചോദിച്ച് ഒന്നും വാങ്ങരുത്. എന്താണെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ ചോദിക്കരുത്. ലാ തസ്അലിൽ ഇമാറ ഹദീസിലുണ്ട്. റസൂൽ പറയുന്നത് ഒരിക്കലും നിങ്ങൾ സ്ഥാനങ്ങൾ ചോദിച്ച് വാങ്ങരുത്, അധികാരം ചോദിക്കരുത്. ഫഇന്നക ഇൻ സഅൽത ഇൻ ഉഅതീതഹ മസ്അല, നീ യാചിച്ച് ചോദിച്ച് സ്വാധീനം ചെലുത്തി സ്ഥാനമാനങ്ങൾ കിട്ടുകയാണെങ്കിൽ, അധികാരം കിട്ടുകയാണെങ്കിൽ ഉക്കിൽ തൈലഹ, നീ തന്നെ സ്വന്തം ചെയ്യേണ്ടി വരും. അതല്ല വൈൻ ഉഅതീതഹ ഗൈരി മസ്അല, ആരോടും ചോദിക്കാതെ നാട്ടുകാരൊക്കെ തീരുമാനിച്ചു ഇയാൾ സ്ഥാനാർത്ഥിയാവട്ടെ, ഇയാൾ നേതാവാവട്ടെ, ഇയാൾ അധികാരിയാവട്ടെ, നാട്ടുകാരെ നിങ്ങളെ നിർബന്ധിച്ച് ഏൽപ്പിക്കുകയാണെങ്കിൽ റബ്ബിന്റെ സഹായം നിനക്കുണ്ടാകും. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം. സ്വന്തം അതിനു വേണ്ടി ചരട് വലിക്കാതെ, ചോദിച്ചു വാങ്ങാതെ, നാട്ടുകാർ തീരുമാനിച്ചുകൊണ്ട് നീ ആവണമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അഭൗതികമായ സഹായം നിനക്ക് ലഭിക്കുമെന്നാണ് കൃത്യമായിട്ട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാരണം സ്ഥാനമാനങ്ങളോടുള്ള മോഹം, അതുപോലെ തന്നെ പണത്തിനോടൊക്കെയുള്ള മോഹം മനുഷ്യൻ ദീൻ നശിപ്പിക്കുന്ന ദീൻ പഠിപ്പിക്കുന്നത്. അവൻ്റെ ദീൻ വലിയ പരിക്കുണ്ടാക്കുന്ന, അപകടം ഉണ്ടാക്കുന്ന, നമ്മുടെ ദീനീയ ജീവിതം, നമ്മുടെ മതപരമായിട്ടുള്ള മേഖലകളിൽ വലിയ പരിക്കും വലിയ അപകടവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പണത്തിനോടുള്ള ഭ്രമവും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി. രണ്ടും ആവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനൊക്കെ അതിരുകളുണ്ട്. അത് കടന്നുകൊണ്ട് ഭ്രാന്തമായ താല്പര്യങ്ങൾ, അധികാരം കിട്ടിയേ അടങ്ങൂ, സ്ഥാനമാനം കിട്ടിയേ അടങ്ങൂ, പണം ഉണ്ടാക്കിയേ അടങ്ങൂ, ഈ രീതിയിൽ അതിനോടുള്ള കടുത്ത ഭ്രമം അത് വലിയ പരിക്കുണ്ടാക്കുന്ന റസൂൽ ഏറ്റവും മനോഹരമായ ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. രണ്ട് ചെന്നായകൾ, സാധാ ചെന്നായകളല്ല, ജാഇയാൻ വിശന്ന് വലഞ്ഞ, ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന, ഭക്ഷണം കിട്ടാതെ വിശന്ന് വലഞ്ഞ രണ്ട് ചെന്നായകൾ ഒരാട്ടിൻ പറ്റത്തിലേക്ക് ഉറസില അഴിച്ചു വിട്ടാൽ എങ്ങനെ ഉണ്ടാകും? അത് ആ ആടുകളെ കടിച്ച് കീറി നശിപ്പിച്ച് കളയില്ലേ, വലിയ പരിക്കുണ്ടാക്കും എന്ന പോലെ. അതിനേക്കാളും അപകടമാണ് മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ദീനിഹി, ഒരു മനുഷ്യൻ്റെ മതത്തിൽ ഈ സ്ഥാനമാനങ്ങളോടുള്ള മോഹവും പണത്തിനോടുള്ള മോഹവും അതിനേക്കാൾ വലിയ പരിക്കുണ്ടാക്കുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സ്ഥാനങ്ങളോടുള്ള, അധികാരത്തിനോടുള്ള ഭ്രമം, താല്പര്യം, പണത്തിനോടുള്ള ആർത്തി, ഇതൊക്കെ മനുഷ്യൻ്റെ ദീനിൽ വലിയ അപകടമുണ്ടാക്കും. കാരണം എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാൻ, എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം, അതിനുവേണ്ടി എന്ത് നിറുകേടും കാണിക്കാൻ മനുഷ്യൻ തയ്യാറാകും. അതവൻ്റെ മതപരമായ മേഖലകളിൽ വലിയ പരിക്കുണ്ടാക്കുമെന്നും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അള്ളാഹുവിനെ ഭയപ്പെടാൻ എന്നുള്ള ഏറ്റവും പ്രധാനം. അധികാര കേന്ദ്രങ്ങളിൽ എത്തുന്ന ആളുകൾ റബ്ബിനെ ഭയപ്പെടാൻ ഒരു മുസ്ലിമാണെങ്കിൽ എന്നെ നിരീക്ഷിക്കുന്ന റബ്ബ്, അവരെക്കുറിച്ചുള്ള ബോധം വേണം. പരിശുദ്ധ ഇസ്ലാം രൂപപ്പെടുത്തിയ ഒരുപാട് ഭരണാധികാരികളുണ്ട്. അബ്ബാസിയ ഖലീഫിയ എന്ന ഹാറൂൺ റഷീദ് ഒരിക്കൽ തൻ്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹാറൂൺ റഷീദ് ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപതിയാണ്. ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളെപ്പോലെ ചെറിയ രാജ്യമല്ല, അതിവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യം. അദ്ദേഹം ഒരിക്കൽ തൻ്റെ മട്ടുപ്പാവിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല കാർമേഘങ്ങളെ കാണുന്നു. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന കാണുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നീ എവിടെ പോയി വേണമെങ്കിലും പെയ്തോളൂ കാർമേഘങ്ങളെ, എവിടെ മഴ പെയ്താലും കുഴപ്പമില്ല, അതിൻ്റെ ടാക്സ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അഥവാ അത്രയും വിശാലമാണ് രാജ്യം എന്നർത്ഥം. എവിടെ മഴ പെയ്താലും അവിടെ കൃഷി ഉണ്ടായി ആ ഉൽപ്പന്നങ്ങൾ വരുമാനത്തിനൊരു ഭാഗം എൻ്റെ സർക്കാരിന് കിട്ടും എന്ന് പറഞ്ഞാൽ അത്രയും വിപുലമായ ഭരണപ്രദേശങ്ങളുടെ അധിപനാണ് ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദ് ഒരിക്കൽ ഭാര്യയുമായി വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, അന്തി ത്വാലിഖുൻ ഇല്ലം അദ്ഖുൽ ഇല്ലം അകുൻ മിൻ അഹ്ലിൽ ജന്ന, ഞാൻ സ്വർഗനിവാസി അല്ലെങ്കിൽ, സ്വർഗത്തിൽ ഇടം കിട്ടിയില്ലെങ്കിൽ, ഇടം കിട്ടാത്ത ആളാണെങ്കിൽ നീ ത്വാലിഖാണ്. ഞാൻ സ്വർഗനിവാസിയാണ്, ഉറപ്പാണ്. അദ്ദേഹം പറയാണ്, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ നീ ത്വാലിഖാണ്, വിവാഹമോചിതയാണെന്ന് പറയുന്നത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയി ഭാര്യയോട്. അപ്പോൾ അത് രണ്ടുപേർക്ക് വലിയ സങ്കടമായി. ഭാര്യ സുബൈദ, അവർ വലിയ മഹദിയാണ്. ഇന്നും മക്കയിലൊക്കെ പോയ ആൾ കാണാൻ ഐൻ സുബൈദ. അറഫയിലൊക്കെ പോകുമ്പോൾ ഒരു തോട് കാണാം, ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് നിർമ്മിക്കപ്പെട്ട മനോഹരമായ ഒരു കെട്ട്. അഥവാ അറഫയിലും മിനയിലുമൊക്കെ താമസിക്കുന്ന ഹാജിമാർക്ക് ശുദ്ധജലം കിട്ടാൻ വേണ്ടി മക്കയിൽ മഴ പെയ്യുന്ന ഇടങ്ങളിൽ ടാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ട്, ഡാമുകൾ സ്ഥാപിച്ചുകൊണ്ട് ഐൻ സുബൈദ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു ജലസേചന പദ്ധതി നടപ്പിലാക്കിയ വലിയ ധർമ്മിഷ്ഠയും മഹദിയുമാണ് സുബൈദ. സുബൈദയോട് പറയണത്, നീ വിവാഹമോചിതയാണ്, ഞാൻ സ്വർഗത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ എന്ന്. വലിയ സങ്കടമായി, എന്താ പറഞ്ഞു പോവുകയും ചെയ്തു. അക്കാലത്തെ ഫുഖഹാഇനെ മുഴുവൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി.
എല്ലാവരും പറഞ്ഞു സ്വർഗത്തിലെത്തുമല്ലേ എന്ന കാര്യം ഉറപ്പില്ല, അതുകൊണ്ട് ഗൈബിയായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഭാര്യ വിവാഹം മോചിതയാണെന്ന് പറഞ്ഞു. അവസാനം ഖലീഫ ഹാറൂൺ റഷീദ് തൻ്റെ ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ പ്രമുഖന്മാരായ എല്ലാ നാട്ടിലെയും ഫുഖഹാനെ മുഴുവനും പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി, തൻ്റെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി, എല്ലാവരോടും സംസാരിച്ചു. എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. ലൈസ് ഇബ്നു സഅദ് എന്ന് പറയുന്ന ഒരു ഫഖീഹ്, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ, അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല, അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഖലീഫ എന്താ നിങ്ങളൊന്നും പറയാത്തത്, നിങ്ങളുടെ അഭിപ്രായമൊന്നുമില്ലേ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും പുറത്താക്കാൻ പറഞ്ഞു, എല്ലാവരും പുറത്തുപോയി. ഖലീഫ ഹാറൂൺ റഷീദ് എന്നോട് ലൈസ് ഇബ്നു സഅദ് സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ എടുക്കാൻ പറഞ്ഞു. ഖുർആൻ കൊണ്ടുവന്നു. ഖലീഫയോട് സൂറത്തുർ റഹ്മാൻ ഓതാൻ പറഞ്ഞു. അർ റഹ്മാനു അല്ലമൽ ഖുർആൻ. അതങ്ങനെ അദ്ദേഹം ഓതി 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 അവസാനം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ എന്നുള്ള ഭാഗമെത്തിയപ്പോൾ, ദവാത അഫ്നാൻ എന്ന് പറയുന്ന ആ ഭാഗമെത്തിയപ്പോൾ നിർത്താൻ പറഞ്ഞു. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കണമെന്ന് പേടിക്കുന്ന ആളുകൾക്ക് 2 സ്വർഗമുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സാന്നിധ്യം, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് 2 സ്വർഗമുണ്ടെന്ന്. ഖലീഫയോട് ലൈസ് ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? ഈ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ കരയാറുണ്ടോ? റബ്ബിൻ്റെ സാന്നിധ്യം ഭയപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ ഒരു നാൾ പോയി നിൽക്കേണ്ട ഭയാനകമായ രംഗമോർത്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാറുണ്ടോ? ഇതേ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അങ്ങനെ പേടിച്ചിട്ടുണ്ട്, റബ്ബിനോട്ട് കരഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ സ്വർഗ്ഗനിവാസിയാണ്. ഖുർആൻ പറഞ്ഞു ജന്നത്താൻ, 2 സ്വർഗ്ഗമാണ് നിങ്ങൾക്ക് എന്ന്. അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ കടക്കും ഉറപ്പ് തന്നെ. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ ത്വാലിഖല്ല, വിവാഹ മോചിതയല്ല എന്ന് ഫത്വ കൊടുത്തു എന്ന് വലിയ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഹാറൂൺ റഷീദിനെ പോലെയുള്ള റബ്ബനെ വലിയ വിശാലമായ രാജ്യത്തിൻ്റെ അധിപതിയായിട്ട് പോലും എന്തൊരു തഖ്വയും എന്തൊരു ഭക്തിയും എന്തൊരു ഭയവുമാണ്. അതാണൊരു അധികാരിക്ക് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് രാജ്യത്തെ ജനങ്ങളോട് താല്പര്യമുണ്ടാവുക. അതുപോലെ തന്നെ സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതിന് പേരോ സങ്കടം ഉണ്ടാവില്ല. അധികാരം കിട്ടിയാൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും, കിട്ടിയില്ലെങ്കിലോ അതിൻ്റെ പേരിൽ യാതൊരു സങ്കടവും ഉണ്ടാവില്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ഭരണകാലത്ത് ബഹുമാനപ്പെട്ട ഖാദിർ റളിയല്ലാഹു തആല സേനാ സ്ഥാനത്ത് നിന്ന്, സേനാധിപൻ എന്ന സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്യാണ്. യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. ഖാദിർ റളിയല്ലാഹു തആല വലിയ പോരാളിയാണ്, ഒരുപാട് വിജയങ്ങൾ ഇസ്ലാമിൽ സമ്മാനിച്ച മഹാനായ പോരാളിയാണ്. അദ്ദേഹം യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കത്തുമായിട്ട് ദൂതൻ വരുന്നു ഖലീഫയുടെ. എന്താ കത്ത് വായിച്ചു നോക്കുമ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയമാണ്. ഖലീഫ അബൂബക്കർ റളിയല്ലാഹു തആല വഫാത്തായിരിക്കുന്നു. എന്ന് മാത്രമല്ല, 2ാം ഖലീഫയായി ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കത്താണ്. ആ കത്തിലുള്ളത്, നിങ്ങൾ ഖാലിദ് ബിൻ വലീദിനെ സൈനിക മേധാവി സ്ഥാനത്ത് നീക്കം ചെയ്തുകൊണ്ട് അബൂ ഉബൈദയെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ പെട്ടെന്ന് സൈനിക ജനറൽ എന്നുള്ള പദവിയിൽ നിന്ന് പെട്ടെന്ന് മാറ്റിയപ്പോൾ അദ്ദേഹം ഒരു പ്രയാസവും തോന്നിയില്ല. അദ്ദേഹം നേരെ അബൂ ഉബൈദയുടെ കയ്യിൽ കത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഇനി മുതൽ സൈനിക ജനറൽ. അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ടെന്ന്, ഇന്നിലാ ഉഖാതിൽ അജ്ർ ഉമർ, ഞാൻ ഉമറിന് വേണ്ടിയല്ല യുദ്ധം ചെയ്തത്, വലാകിന്നി ഉഖാതിൽ ലി റബ്ബി ഉമർ, ഉമറിൻ്റെ റബ്ബിന് വേണ്ടി യുദ്ധം ചെയ്ത ആളാണ് ഞാൻ ഈ സേവനം ചെയ്യുന്നത്, ഈ പോരാട്ടം നടത്തുന്നത് ഇസ്ലാമിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ്, ഉമറിന് വേണ്ടിയല്ല. അതുകൊണ്ട് എന്തോ ആവട്ടെ, എനിക്ക് കുഴപ്പമില്ല. അദ്ദേഹം സാധാരണ പട്ടാളക്കാരന് നിമിഷങ്ങളെ കൊണ്ട് അദ്ദേഹം വലിയ പദവിയിൽ താഴോട്ട് പോയി ഒരു സാധാരണ പട്ടാളക്കാരനായിട്ട് മാറുന്നു ഖാലിദ് റളിയല്ലാഹു തആല. ഇദ്ദേഹത്തിന് നടപടി കേട്ടപ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ ഖലീഫ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല പറഞ്ഞത്, റഹിമല്ലാഹു അബൂബക്കർ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ വഫാത്തായി പോയ അബൂബക്കർ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കാന ആലമ മിന്നി ബിർറജുൽ, ഖാലിദിനെ കുറിച്ച് എന്നെക്കാൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. തെറ്റിദ്ധാരണ പേരിലാണ് ഖാലിദിനെ അദ്ദേഹം മാറ്റിയത്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു മാറ്റിയത്. പക്ഷെ എന്നെക്കാൾ ഖാലിദിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാട്, കൃത്യമായ ബോധ്യമുള്ള ആളാണ് എൻ്റെ മുൻഗാമി അബൂബക്കർ എന്ന് പറയുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ സ്ഥാനം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കി സൈന്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിച്ചില്ല. ഒരുപാട് സേവനം ചെയ്ത ഖാലിദ് പെട്ടെന്ന് താഴോട്ട് പോയപ്പോൾ പ്രശ്നമല്ല. കാരണം മതമാണ് പ്രശ്നം, ദീനാണ് പ്രശ്നം. റബ്ബിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അധികാരവും സ്ഥാനമാനങ്ങളും ഒക്കെ വരും പോകും, അതേപോലെ പ്രയാസപ്പെടാൻ പാടില്ല. സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമുക്കറിയാം 100% വരെ 90% മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇടങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് സഹോദരന്മാർ മുമ്പും പിമ്പും നോക്കാതെ ഇത് കിട്ടാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്ന ആളുകൾ. സത്യത്തിൽ അല്ലാഹു റസൂലിൻ്റെ വാക്ക് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഇന്നഹ അമാന, ഇതൊരു അമാനത്താണ്, ഉത്തരവാദിത്തമാണ്. വയോമൽ ഖിയാമത്തി ഖിസ്യുൻ വനദാമ, നാളെത്തുന്ന സമയത്ത് സങ്കടമായി തീരും. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന പുണ്യനബിയുടെ വാക്ക് നമ്മുടെ മനോമണ്ഡലങ്ങളിൽ ഉണ്ടാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വഖറവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.